Welcome all to your own favorite show in your favorite channel. Kaun Banega Crorepati. നമ്മുടെ കോൺവിക്കേഷൻ സ്പെഷ്യൽ എപ്പിസോഡിൽ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്റ്റർ തടത്തിൽ രമേശൻ. മിസ്റ്റർ രമേശൻ, താങ്കൾക്ക് ഈ ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. Please take your seat. Thank you, sir. ഈ കോൺവെക്കേഷൻ തിരക്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മറന്നു പോകാതെ ഇവിടെ എത്തിയതിന് നന്ദി പറയട്ടെ. ഈ ഷോയ്ക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിപ്പോൾ പറഞ്ഞെന്നാൽ താങ്കൾ മറക്കുമെന്നുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞു തരാം. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, എല്ലച്ചെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, പെണ്ണെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ മഹാകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ അബ്ദുൽ സുഖദൻ അഥവാ കുടവയറൻ. ഓപ്ഷൻ ബി പഞ്ചാര ബാസിൽ. ഓപ്ഷൻ സി അജയ് അലക്സ് അഥവാ ഷുഗർ അലക്സ്. ഓപ്ഷൻ ഡി ജെയിൻ അഥവാ 100 kg ജാങ്കോ. സാർ, ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് സാർ. എനിക്കൊരു ക്ലൂ തരൂ സാർ. ഓക്കെ, ഇദ്ദേഹം സ്വയം വിളിക്കുന്നത് സൂരജ് നായർ എന്നാണ്. അതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇയാൾ ഫുട്ബോളിൽ ഫോർവേഡായിട്ടും ബാസ്കറ്റ്ബോളിൽ ഡങ്കറായിട്ടും കളിച്ചിട്ടുണ്ട്. ഇതും കൂടാതെ മഞ്ഞ അഡിഡാസിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഇദ്ദേഹം. ഇനിയും ക്ലൂ വേണോ? ഇനിയും ക്ലൂ വേണ്ട സാർ. ആവശ്യത്തിൽ അധികം ക്ലൂ സാർ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ 100 kg ജാങ്കോ അല്ലേ? ആബ്സല്യൂട്ട്ലി കറക്റ്റ് മിസ്റ്റർ രമേശൻ. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് 10,000 രൂപ സമ്മാനം കിട്ടി. ശരി രമേശൻ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൈക്കിൾ ജാക്സൺ നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്ന് ഏകദേശം 2 കൊല്ലത്തോടടുക്കുന്നു. ലോകം ഇന്നും അതിന്റെ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ വിടവ് നികത്തുന്നതിനായി ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു യുവ പ്രതിഭ വളർന്നു വരുന്നുണ്ട്. ഈ വിഷ്വൽ കണ്ടിട്ട് താങ്കൾ ആ പേഴ്സണാലിറ്റി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ഓപ്ഷൻ എ MJ മമ്മാലി. ഓപ്ഷൻ ബി കോച്ചിപ്പിടി ഗോപാലൻ. ഓപ്ഷൻ സി അരിയടി ആപ്പു. ഓപ്ഷൻ ഡി കന്നിമാസം പാത്താളൻ. കം ഓൺ രമേശൻ, യു ക്യാൻ. ഈ വീഡിയോ വേണ്ട ആർക്കാ സാർ മനസ്സിലാവാത്തെ? കന്നിമാസം പാത്താറിനല്ലേ ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രമേശൻ, യു ആർ റൈറ്റ്. നിങ്ങളിപ്പോൾ 25,000 രൂപ നേടിയിരിക്കുകയാണ്. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ഫോട്ടോയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വ്യക്തിയുടെ മനസ്സിനുള്ളിലും ഡ്രസ്സിനുള്ളിലും രഹസ്യങ്ങളൊന്നുമില്ല. ചിലർ ഈ വസ്തുവിനെ ചെണ്ടയായും തബലയായും ഉപയോഗിക്കാറുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ജനിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം അടികൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവെങ്കിലും ആകുമായിരുന്നു. ഇയാളെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് മിസ്റ്റർ രമേശൻ. ഓപ്ഷൻ എ ജോഷി ജോയ് അഥവാ കഴക്കൂട്ടം കഞ്ഞി. ഓപ്ഷൻ ബി അനീഷേവി അഥവാ പ്രാണി. ഓപ്ഷൻ സി ഷംനാഥ് അഥവാ ബിഗ് ബസാർ ഷംനാഥ്. ഓപ്ഷൻ ഡി തോട്ടത്തിൽ പരീതിന്റെ മകൻ ഹരീതിൽ പാരീസ്. ബിഗ് ബസാർ ഷംനാഥാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇത്ര അടി കൊള്ളണമെങ്കിൽ അത് തോട്ടത്തിൽ പരീതിന്റെ മകനാവാനാണ് സാധ്യത.
Sir, answer is Hari Dil Paris. Congratulations, Mr. Ramesan. Your answer is absolutely right. നിങ്ങൾ 1,00,000 രൂപ നേടിയിരിക്കുകയാണ്. അടുത്തതായി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വന്യമൃഗങ്ങൾ മാംസം കഴിച്ചു ജീവിക്കുന്നു, പക്ഷികൾ ഇരയെ പിടിച്ചു ജീവിക്കുന്നു, കൊതുകുകൾ രക്തം കുടിച്ചു ജീവിക്കുന്നു. എന്നാൽ ചിത്രത്തിൽ കാണുന്ന ഈ 2 വസ്തുക്കൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ജീവിയുടെ പേര് പറയൂ. ഓപ്ഷൻ എ പാമ്പ് അഥവാ മരണൻ. ഓപ്ഷൻ ബി അദൃശ്യ ജീവികൾ. ഓപ്ഷൻ സി കഴക്കൂട്ടൻ ജോഷി. ഓപ്ഷൻ ഡി മണിച്ചൻ അപ്പു. ഇത് എളുപ്പമുള്ള ചോദ്യ സാറേ. ഇതിൽ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. ഈ 2 വസ്തുക്കൾ കൊണ്ട് മാത്രം ജീവിക്കുന്നത് മണിച്ചൻ അപ്പു. അതല്ലേ സാർ ആൻസർ? കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രമേശൻ. യുവർ ആൻസർ ഈസ് റൈറ്റ്. നിങ്ങളിപ്പോൾ 5,00,000 രൂപ നേടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്റെ ശരീര സൗന്ദര്യം ആയുധമാക്കിയ ഒരു മലപ്പുറത്തുകാരൻ, യുവതിയെയും യുവാക്കളെയും ഒരുപോലെ ആകർഷിച്ച ശരീരത്തിനുടമ, സിൽക്ക് സ്മിതയുടെ പിൻഗാമി. ആരാണ് ഈ വ്യക്തി? ഓപ്ഷൻ എ കെ.ജി. മോൻ അഥവാ കൊഞ്ചുമോൻ. ഓപ്ഷൻ ബി രാകേഷ് തമ്പി. ഓപ്ഷൻ സി സിൽക്കി ഷാഹിൻ. ഓപ്ഷൻ ഡി അബ്ദുൾ റസാഖ്. ഇതിലിപ്പോ എല്ലാം കട്ട ശരീരങ്ങളാ സാറേ. ഇതിലും എനിക്കൊരു ക്ലൂ കിട്ടിയേ പറ്റൂ. ഇതിനൊരു ക്ലൂ വേണോ? മിൽമ പ്രതിസന്ധി എന്ന് കേട്ടിട്ടില്ലേ? ഈ മിൽമ പ്രതിസന്ധിയും സിൽക്ക് സ്മിതയും കൂടെ വരുമ്പോ ഉമ്മത്തൂർ, അബ്ദുൾ റസാഖ് ഉമ്മത്തൂർ. അതല്ലേ സാർ ആൻസർ? കൺഗ്രാറ്റുലേഷൻസ്. താങ്കൾ 25,00,000 രൂപ നേടിക്കഴിഞ്ഞു. ശരി, നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മിസ്റ്റർ രമേശൻ, ഈ പേഴ്സണാലിറ്റി ഐഡന്റിഫൈ ചെയ്യുക. ഇതുവരെ ആരും കണ്ടിട്ടില്ല, ഇനി ആരും കാണുമെന്ന് പ്രതീക്ഷയുമില്ല. തന്റെ നിറം കൂട്ടാനുള്ള റിസർച്ച് വർക്കുമായി ഇദ്ദേഹം ഡൽഹി, ഖരഗ്പൂർ, കൽക്കട്ട എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയിലാണ്. ഇദ്ദേഹത്തിന്റെ പല്ലിന്റെ നിറം വെച്ച് നിങ്ങൾ ഇയാളെ ഐഡന്റിഫൈ ചെയ്യണം മിസ്റ്റർ രമേശൻ. യു ക്യാൻ. ഓപ്ഷൻ എ കരിമണി മഹേഷ്. ഓപ്ഷൻ ബി പാമ്പ് രമണൻ. ഓപ്ഷൻ സി നാഗമ്പടം നമ്പൂതിരി. ഓപ്ഷൻ ഡി ആദിവാസി സബിൻ. ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. പക്ഷെ ആ പല്ലിന്റെ നിറം എനിക്കറിയാം. ആദിവാസി സബിൻ, അവനെ വെല്ലാൻ ആരുമില്ല. അതല്ലേ സാർ ആൻസർ? കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രമേശൻ. നിങ്ങൾ 50,00,000 രൂപ നേടിയിരിക്കുകയാണ്. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു ഓഡിയോ വിഷ്വൽ റൗണ്ട് ആണ്. വിഷ്വൽ ശ്രദ്ധിക്കൂ. ായിരത്തി ബാച്ചിലെ ഗ്രാമി നോമിനേഷൻ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഈ മഹാസംഗീതജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ഫിഗർ ജിത്തു. ഓപ്ഷൻ ബി സീമച്ചുണ്ട് ശിവജിത്ത്. ഓപ്ഷൻ സി നിതിൻ ജയൻ അഥവാ കൊച്ചു. ഓപ്ഷൻ ഡി റാംവി പോത്തിരി. ഇത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലും. എല്ലാവർക്കും അറിയാവുന്ന ഒരു പെർഫോമൻസ് അല്ലേ സാർ? ഓപ്ഷൻ ഡി രാംവി പൂത്തിരി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രമേശൻ. നിങ്ങൾ നല്ല പെർഫോമൻസ് ആണ് ഇതുവരെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കോടിപതിയാകാൻ ഇനി ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് മിസ്റ്റർ രമേശൻ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. നോ മോർ ക്ലൂസ്. ഓപ്ഷൻ എ അൻവർ ജഹാംഗീർ അഥവാ ലോ വേസ്റ്റ് അൻവർ. ഓപ്ഷൻ ബി അമേരിക്കൻ ഡിങ്കൻ. ഓപ്ഷൻ സി അജു ടി തോമസ്. ഓപ്ഷൻ ഡി അരവിന്ദ് കെ അഥവാ റോമിയോ യു ആർ മൈ ജാക്സൺ.
ശരിക്കും ആലോചിച്ച് പറയേണ്ട ചോദ്യമാണിത്. ഉത്തരം തെറ്റാണെങ്കിൽ ഇതുവരെ നേടിയ എല്ലാം നഷ്ടപ്പെടും തരത്തിൽ. ഇതിൽ താങ്കൾക്ക് കോൾ എ ഫ്രണ്ട് എന്ന ലൈഫ് ലൈൻ ഉപയോഗിക്കാം. ഇതുപോലൊരാളുണ്ടായിരുന്നല്ലോ. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും തമ്മിലാണ് കൺഫ്യൂഷൻ. മറ്റേത് രണ്ടും അല്ലെന്ന് ഉറപ്പാണ്. സാർ, എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, അജ്മൽ. അവനെ ഒന്ന് വിളിക്കണം. ഓക്കെ, നമുക്ക് വിളിക്കാം അജ്മലിനെ. ഹലോ മച്ചാ, അജ്മൽ അല്ലേ? അതെ, അജ്മലാണ്. പരിപാടി കണ്ടോണ്ടിരിക്കല്ലേ? അതെടാ കൊള്ളാടാ. അളിയ നീ ചെത്താട്ടോ, നീ എങ്ങനെ ഇവിടെ വരെ എത്തിയളിയാ? അളിയെ നിർത്ത്. നിന്റെ സ്ഥിരം ഡയലോഗ് അടിക്ക് ഇവിടെ സമയമില്ല. നീ വേഗം ഉത്തരം പറ. എടാ ഏടാ ഉത്തരം? നീ വേഗം പറഞ്ഞോ, അതെന്നാ ഉത്തരം? നിനക്ക് ഉറപ്പാണ്ടാ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. 100% ഗ്യാരണ്ടി. അപ്പോൾ താങ്കളുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഓപ്ഷൻ എ അൻവർ ജഹാംഗീറുമായി മുന്നോട്ട് പോകാമല്ലോ മിസ്റ്റർ രമേശൻ? ഒരിക്കലുമല്ല സാർ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആൻസർ ഓപ്ഷൻ സി, അജു ടി തോമസ്. അതെന്താ താങ്കളുടെ സുഹൃത്ത് പറഞ്ഞ ഓപ്ഷൻ എയുമായി മുന്നോട്ട് പോകാത്തത്? അത് സാർ, ശരിയായ ആൻസർ കണ്ടുപിടിക്കാനല്ല, തെറ്റായ ആൻസർ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ സുഹൃത്തിനെ തന്നെ വിളിച്ചത്. എന്റെ ഈ സുഹൃത്ത് ജീവിതത്തിൽ ഒരു പരീക്ഷയിൽ പോലും ഇതുവരെ ശരിയായ ആൻസർ പറഞ്ഞിട്ടില്ല. ചെസ്റ്റ് എക്സ്റേ PV വ്യൂ എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഈ മണ്ടന്റെ തെറ്റായ ആൻസറിൽ എനിക്ക് 100% വിശ്വാസമാണ് സാർ. ആൻസർ ഓപ്ഷൻ സി, അജു ടി തോമസ്. താങ്കൾക്ക് 1 കോടി രൂപ സമ്മാനം നൽകാനായി ഈ പരിപാടിയുടെ ഒഫീഷ്യൽ സ്പോൺസറായ ഖരഗ്പൂർ കോൾ കമ്പനിയുടെ MD സബിൻ കരിമുട്ടി എത്തിയിട്ടുണ്ട്. Please welcome Sabin the Kadimutti. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ രമേശൻ. താങ്കൾക്ക് തരാനായി ഞാൻ 1 കോടി രൂപയുടെ ചെക്കുമായാണ് ഇവിടെ എത്തിയിരുന്നത്. കുറച്ചു മുമ്പ് താങ്കളുടെ ഉറ്റ സുഹൃത്തായ സ്റ്റേപ്പുകാരൻ ഷംനാഥ് താങ്കൾക്ക് ആ ചെക്ക് തന്നോളാമെന്ന് പറഞ്ഞിട്ട് പകരം ഈ സാധനം തരാൻ പറഞ്ഞു.